മത്സ്യമേഖലയെ ഞങ്ങൾ തുടക്കത്തിൽ സൂചിപ്പിച്ചു. സംസ്ഥാനത്തിൻ്റെ വിവിധ മേഖലകളുടെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും വെല്ലുവിളികളുമാണ് ഈ ബജറ്റുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. ശക്തികുളങ്ങര ഹാർബറിൽ ഷാനോസ് ഡേവിഡ് ഉണ്ട്. ഷാനോസ് പങ്കുവയ്ക്കും മത്സ്യത്തൊഴിലാളികളുടെ പൊതുവായ ആവശ്യങ്ങൾ, പ്രതീക്ഷകൾ, അല്ലേ? അതെ ഷാനോസ്, എന്താണ് അവർ പറയുന്നത്? അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്താണ്? അവർ ഏറ്റവും ഉറ്റുനോക്കുന്ന കാര്യം എന്താണ്? ഈ കേന്ദ്ര ബജറ്റിലുള്ള അവരുടെ പ്രതീക്ഷകൾ അവരോട് തന്നെ ചോദിക്കാം നമുക്ക്. അശ്വതി, രാവിലെ പുലർച്ചെ 3 മണിക്ക് ഇവിടെ സജീവമാകുന്നതാണ് ശക്തികുളങ്ങര ഹാർബറും നീണ്ടകര ഹാർബറും. അതായത് തൊഴിലാളികളെ സംബന്ധിച്ച് ഒരു 10,000 തൊഴിലാളികൾ ഒരേ സമയം ഈ ഹാർബറിൽ പണിയെടുക്കുന്നു. അപ്പോൾ അവരെ സംബന്ധിച്ച് കേന്ദ്ര ബജറ്റ് എന്ന് പറയുന്നത് ആകാംക്ഷയോടുകൂടി നോക്കിക്കാണുന്ന ഒന്നാണ്. കാരണം കേന്ദ്ര സർക്കാരിൻ്റെ ഒരു കൃത്യമായ സഹായമില്ലാതെ മുൻപോട്ട് പോകാൻ കഴിയാത്ത ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് ഈ മത്സ്യബന്ധന മേഖല. നിരവധിയായ പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ഒന്നുകൂടിയാണ്. ഇപ്പം ഡീസലിന് വിലക്കയറ്റമാണെങ്കിലും ഡീസലിൽ നിന്ന് ലഭിക്കേണ്ട സബ്സിഡി ആണെങ്കിലും അതുപോലെ തന്നെ മണ്ണെണ്ണയുടെ ലഭ്യത, മണ്ണെണ്ണയിൽ നിന്ന് ലഭിക്കേണ്ട സബ്സിഡി അടക്കം പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു മേഖല കൂടിയാണ് മത്സ്യബന്ധന മേഖല. അതുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിക്കുന്ന പദ്ധതികൾ അത് സംബന്ധിച്ച് ആകാംക്ഷയോടെയാണ് ഓരോ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളും തീരദേശ മേഖലയുമായി ബന്ധപ്പെട്ട് കഴിയുന്ന ഓരോ മനുഷ്യരും ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. കാരണം ഒരുപക്ഷെ കേരളത്തിന് വലിയ തോതിൽ വിദേശ നാണ്യമടക്കം നേടിത്തരുന്നതിൽ, നമ്മുടെ രാജ്യത്തിന് വിദേശ നാണ്യമടക്കം നേടിത്തരുന്നതിൽ പൂർണ്ണമായ പങ്ക് വഹിക്കുന്ന ഒരു മേഖല കൂടിയാണ്. പക്ഷേ എത്രത്തോളം സർക്കാരിന്റെ പദ്ധതികൾ, സർക്കാരിലെ നയപ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ ബജറ്റിലെ പ്രഖ്യാപനങ്ങളൊക്കെ ഇവർക്ക് എത്രത്തോളം തുണയാവുന്നു എന്നത് സംബന്ധിച്ച് അവർ രാവിലെ മുതൽ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. അതായത് ഒരു തരത്തിലും വലിയ സഹായം ലഭിക്കാതെ കാലങ്ങളായി കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അവഗണനയും മാത്രം കൈമുതലാക്കി അല്ലെങ്കിൽ ശരിയായ രീതിയിൽ ജീവിതം മുൻപോട്ട് നയിക്കാനാവാത്ത വിധം കഷ്ടപ്പെടുന്നൊരു സമൂഹമാണ് മത്സ്യത്തൊഴിലാളികൾ എന്നവർ അവർ സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ രാവിലെ തന്നെ അത് പലവട്ടമായി അവർ പറയുന്നു. കാരണം ഒരു കൃത്യമായ സഹായം ലഭിക്കാത്തതുകൊണ്ട് തന്നെ പലപ്പോഴും പ്രതിസന്ധി കയത്തിലാണ് അവരുടെ ജീവിതമൊക്കെ തന്നെ. എന്തായാലും ഇതൊക്കെ പങ്കുവെക്കാൻ മത്സ്യത്തൊഴിലാളി നേതാക്കന്മാർ നമുക്കൊപ്പം ഉണ്ട്. പീറ്റർ മത്യാസ്, അതുപോലെ തന്നെ ഈ പ്രദേശത്തെ നേതാക്കന്മാർ ഒക്കെ നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. നമുക്ക് അവരോട് തന്നെ ഇതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ പ്രതീക്ഷകൾ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് വിശദമായിട്ട് ചോദിക്കാം. നമസ്കാരം. കേന്ദ്ര ബജറ്റാണ്, യൂണിയൻ ബജറ്റ് എത്രത്തോളം പ്രതീക്ഷയോടുകൂടിയാണ് നിങ്ങൾ കാണുന്നത് എന്നുള്ളതാണ്. യൂണിയൻ ബജറ്റാണ് യഥാർത്ഥത്തിൽ ഈ മേഖലയെ സഹായിക്കേണ്ടത്. ഈ മേഖല വളരെ പ്രതിസന്ധിയിലായതിന്റെ പ്രധാന കാരണം ഇന്ധന വില വർധന തന്നെയാണ്. ഈ നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഡീസൽ ഉപയോഗിച്ച് തൊഴിൽ ചെയ്യുന്നൊരു മേഖലയാണ് ഈ മത്സ്യബന്ധന മേഖല, യന്ത്രവൽകൃത മത്സ്യബന്ധന മേഖല. ഡീസലിന്റെ വില എന്ന് പറയുമ്പോൾ ഇന്നിപ്പോൾ 95 രൂപ 78 പൈസയാണ്. ഈ 95 രൂപ 78 പൈസയ്ക്ക് ഈ ഡീസൽ വാങ്ങി ഒരിക്കലും ഈ തൊഴിൽ ഒരു ലാഭകരമായി നടത്താൻ പറ്റത്തില്ല. 57,000 കോടി രൂപ ഈ കഴിഞ്ഞ വർഷവും വിദേശ നാണ്യം നേടിക്കൊടുക്കുക, ലക്ഷക്കണക്കിന് പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു തൊഴിൽ മേഖലയാണിത്. വിദേശ നാണ്യം ലഭിക്കുകയും തൊഴിൽ കൊടുക്കുകയും ചെയ്യുന്ന ഒരു മേഖല, ഉൽപാദന മേഖലയാണ്. ഈ ഉൽപാദന മേഖലയെ നിലനിർത്താൻ വേണ്ടി ഗവൺമെന്റ് ഇത് ആദ്യമായി ഇതിന് ഡീസൽ സബ്സിഡി നൽകണം. ഡീസൽ സബ്സിഡി നൽകി ഈ വ്യവസായത്തെ സംരക്ഷിച്ചില്ലെങ്കിൽ ഇത് പൂർണ്ണമായും നിന്നുപോകും. കാരണം അത്തരത്തിൽ തൊഴിൽ കൊടുക്കുകയും വിദേശ നാണ്യം നേടിത്തരികയും ചെയ്യുന്ന ഈ തൊഴിൽ മേഖലയെ സംരക്ഷിക്കാൻ ഗവൺമെന്റ് നിർബന്ധമായും ഡീസൽ സബ്സിഡി നൽകണമെന്നാണ് നമ്മുടെ ഈ മത്സ്യം. ഇല്ലെങ്കിൽ അത് പൂർണ്ണമായി നിന്നു. ഒന്നാമത് കടലിൽ മത്സ്യത്തിന്റെ ലഭ്യതയുടെ കുറവുണ്ട്. പിന്നെ ഈ തൊഴിലാളികളുടെ കുറവ് കാരണം ഈ മേഖല വലിയ സ്ട്രഗിൾ ചെയ്യുകയാണ്. പുതിയതായി ആരും ഈ മേഖലയിലേക്ക് തൊഴിലിന് വരുന്നില്ല. അങ്ങനെ ആകർഷകമായി തൊഴിലിന് വരണമെങ്കിൽ പോലും ഇതിൽ നിന്ന് ലാഭകരമായി എന്തെങ്കിലും കിട്ടണം. പ്രതിസന്ധിയിലായ മേഖലയെ സംരക്ഷിക്കാൻ ഗവൺമെന്റ് കണ്ണു തുറന്ന് ഡീസൽ സബ്സിഡി നൽകി ഇതിനെ സഹായിക്കണമെന്നുള്ളതാണ് ആദ്യത്തെ നമ്മളുടെ ആവശ്യം. രണ്ടാമത്തേത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളുടെ ഈ ആഴക്കടൽ മത്സ്യബന്ധനമുണ്ട്. ഇതുവരെയും നമുക്ക് ഫലപ്രദമായി ആഴക്കടൽ മത്സ്യബന്ധനത്തിന് നമുക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല. നിരവധിയായ മത്സ്യങ്ങൾ നമ്മുടെ ആഴക്കടലിൽ നമുക്കുണ്ട്. അപ്പോൾ ആഴക്കടൽ മത്സ്യബന്ധനത്തിന് പോകുന്ന യാനങ്ങളെ സബ്സിഡി നൽകിക്കൊണ്ട് ആ മത്സ്യസമ്പത്ത് പിടിച്ചെടുക്കാൻ വേണ്ടുന്ന തരത്തിലുള്ള ഒരു പാക്കേജ് ഈ ബഡ്ജറ്റിൽ കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടാക്കേണ്ടതാണ്. നമ്മൾ തീരക്കടലിൽ 12 നോട്ടിക്കൽ മൈലിനകത്താണ് അധികവും നമ്മളുടെ യാനങ്ങൾ സമ്മർദ്ദത്തിലാക്കി ഈ മത്സ്യബന്ധനം നടത്തുന്നത്. അത് വള്ളങ്ങളും ബോട്ടുകളും എല്ലാം. പക്ഷേ ആഴക്കടലിൽ നമുക്ക് നമ്മുടെ 200 നോട്ടിക്കൽ വരുന്ന ഈ ഈസ്റ്റിൽ വലിയ മത്സ്യസമ്പത്ത് നമുക്കുണ്ട്, ഇനിയും പിടിക്കാൻ കഴിയാത്ത, പിടിച്ചിട്ടില്ലാത്ത. അപ്പോൾ ആ മത്സ്യസമ്പത്ത് പിടിക്കുന്നതിന് വേണ്ടി പ്രത്യേക ഒരു പാക്കേജ് അനുവദിക്കണമെന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. കേന്ദ്ര സർക്കാരിന്റെ സ്ഥാപനമായ CAFT കണ്ടെത്തിയിരിക്കുന്ന ഏതാണ്ട് 15 ലക്ഷം ടൺ ഡീപ് സീ സ്ക്വിഡ് ഉണ്ടെന്നുള്ളതാണ്. നമുക്കിതുവരെയും ഇത് പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം അത്തരത്തിലുള്ള മത്സ്യസമ്പത്ത് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ മേഖലയ്ക്ക് വേണ്ടി ഒരു പ്രത്യേകം പാക്കേജ് അനുവദിച്ചുകൊണ്ട്
നമുക്ക് ഇനിയും പിടിക്കാത്ത ആ മത്സ്യങ്ങൾ പിടിക്കുന്നതിന് വേണ്ടിയുള്ള ആ ഒരു അവസരവും അതിനു വേണ്ടി ഗവൺമെന്റ് മുൻകൈയെടുത്ത് സാമ്പത്തിക സഹായം നൽകി നമ്മുടെ തീരക്കടലിലെ സമ്മർദ്ദം കുറയ്ക്കുന്നതിനുള്ള സാഹചര്യം ഇവിടെ ഗവൺമെന്റ് ഉണ്ടാക്കണം. അതുപോലെ തന്നെ കടൽ പൊള്യൂട്ടഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പ്ലാസ്റ്റിക് മാലിന്യങ്ങളാൽ കടൽ നമ്മുടെ ഈ സമുദ്രത്തിന്റെ ആവാസ വ്യവസ്ഥ തന്നെ നമുക്ക് ദോഷം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ കേരളത്തിൽ നിന്ന് തന്നെ നമ്മൾ അതിനുവേണ്ടി ശുചിത്വ സാഗരം എന്നൊരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുകയും അത് ഈ കൊല്ലം ജില്ലയിൽ നിന്ന് തന്നെ കടലിൽ നിന്നുള്ള പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് നമ്മൾ അവിടെ നടപ്പിലാക്കിയിട്ടുണ്ട്. ഈ പ്രോജക്റ്റിന്റെ ഭാഗമായി ഇതിന് ആവശ്യമായ ഫണ്ട് കേന്ദ്ര സർക്കാർ അനുവദിക്കണം. ഇത് നമ്മുടെ കേരളത്തിൽ മൊത്തവും ഇന്ത്യയിൽ മൊത്തവും ഈ കടലിൽ ശുചീകരിക്കുന്നതിന് വേണ്ടി ശുദ്ധിയാക്കുന്നതിന് ഈ ശുചിത്വ സാഗരം പ്രോജക്റ്റിനെ സഹായിക്കാൻ കേന്ദ്ര സർക്കാർ പ്രത്യേകം ഈ ബഡ്ജറ്റിൽ ഈ ഫണ്ട് വകയിരുത്തണമെന്നാണ് നമുക്ക് ആവശ്യം. മത്സ്യത്തൊഴിലാളികൾ ആദിവാസി സമൂഹം കഴിഞ്ഞാൽ ഏറ്റവും പിന്നോക്കാവസ്ഥ നിൽക്കുന്ന ഒരു സമൂഹമാണിത്. ഈ സമൂഹത്തിൽ നിന്ന് നമുക്ക് കൈമുതലായിട്ടുള്ള ഈ തൊഴിൽ മേഖലയെ സംരക്ഷിക്കാൻ കേന്ദ്രത്തിൽ പ്രത്യേകം പാക്കേജ് ഉണ്ടാക്കി മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കണമെന്നാണ് നമ്മുടെ ആവശ്യം. അതുപോലെ തന്നെ നിരവധി കമ്മിറ്റികൾ വെച്ചിട്ട് കേന്ദ്ര സർക്കാർ പലതവണയായിട്ട് നമ്മുടെ മത്സ്യബന്ധന മേഖലയെക്കുറിച്ച് മൂരാരി കമ്മിറ്റി അല്ലെങ്കിൽ കന്യാകുമാരി കമ്മിറ്റി നിരവധി പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോഴും അത്തരം പഠനങ്ങൾ നടത്തുന്നുണ്ടോ, അല്ലെങ്കിൽ അത്തരമൊരു ആവശ്യം മത്സ്യബന്ധന മേഖലയെക്കുറിച്ച് സമഗ്രമായി പഠിച്ച് അത്തരത്തിൽ നിങ്ങളുടെ മുഴുവൻ പ്രതിസന്ധികളും കേന്ദ്ര സർക്കാരിൻ്റെ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തും വിധം അത്തരം കമ്മിറ്റികൾ നിലവിൽ പ്രവർത്തിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആവശ്യം മുൻപോട്ട് വെക്കാൻ? അല്ല, നിലവിലെ കമ്മിറ്റികൾ പലതും പഠനമൊക്കെ നടത്തുന്നുണ്ട്. പക്ഷെ നടത്തുന്ന കമ്മിറ്റികളുടെ പഠനങ്ങളെല്ലാം അത് പുസ്തകങ്ങളിൽ ഉറങ്ങുകയാണ്. അതല്ലാതെ ഒരിക്കലും അത് പ്രായോഗിക തലത്തിലേക്ക് വരുന്നില്ല. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ അതിന്റെ ഏറ്റവും ബെസ്റ്റ് ഉദാഹരണം 2013 നമ്മുടെ ഡീപ് സീ സ്ക്വിഡിനെ സംബന്ധിച്ച് ഒരു പഠനം നടത്തി. 2009 മുതൽ 2013 കാലഘട്ടം വരെയാണ് നമ്മുടെ CMFRIയിലെ ഡോക്ടർ സുനിൽ മുഹമ്മദിന്റെ നേതൃത്വത്തിൽ ഒരു പഠനം നടത്തി. നമ്മുടെ ആഴക്കടലിൽ 1.5 ലക്ഷം ടൺ 15 ലക്ഷം ടൺ ഡീപ് സീ സ്ക്വിഡ് ഉണ്ടെന്നാണ് കണ്ടെത്തിയത്. പക്ഷെ അത് പഠനം നടത്തി ഗവൺമെന്റിന് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും ആ റിപ്പോർട്ട് ഭദ്രമായി എന്നും നമ്മുടെ ഗവൺമെന്റിന്റെ ഷെൽഫുകളിൽ ഉറങ്ങുകയാണ്. അതൊന്നും പ്രായോഗിക തലത്തിലെത്തുന്നില്ല. നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തുന്ന കണ്ടെത്തലുകളും നടത്തുന്ന പഠനങ്ങളും അത് സാധാരണ ജനങ്ങളിലേക്ക് പകർന്നു കൊടുക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുമ്പോഴാണ് ആ കണ്ടുപിടുത്തങ്ങളുടെ പ്രയോജനം സാധാരണ ജനങ്ങൾക്ക് കിട്ടുകയും തൊഴിൽ മേഖലയ്ക്കും മറ്റും കിട്ടുക നമ്മുടെ രാജ്യത്തിന് പുരോഗതിയായി മാറുന്നത്. അത്തരത്തിൽ എവിടെയോ ഒരു തടസ്സം നിൽക്കുന്നതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത്. പഠനങ്ങൾ നിരവധി പഠനങ്ങളും കമ്മീഷനുകളും ധാരാളം വെക്കുന്നുണ്ട്. പക്ഷേ ഈ നടത്തുന്ന പഠനങ്ങളുടെ റിസൾട്ട് ഒന്നും ഒരിക്കലും പുറത്തു വരുന്നില്ല. അതെല്ലാം പല ഷെൽഫുകളിൽ സ്വസ്ഥമായി ഉറങ്ങുകയാണ്. സൈത്ത്, അശ്വതി, നിരവധിയായ പ്രതിസന്ധികൾ, ഒരു പ്രധാനമായിട്ടും ഡീസൽ, മണ്ണെണ്ണ, അവർ പ്രധാനമായും ഈ യാനങ്ങൾ, മത്സ്യബന്ധന യാനങ്ങൾ പുറംകടലിലേക്ക് പോകുന്നത് ഈ ഇന്ധനങ്ങൾ ഉപയോഗിച്ചാണ്. ഇന്ധനങ്ങൾക്ക് ലഭിക്കേണ്ട സബ്സിഡിയാണ്. ഇത്തരത്തിലൊരു സബ്സിഡി ഏർപ്പെടുത്തിയില്ലെങ്കിൽ ഇത് ഈ മത്സ്യബന്ധന മേഖല എന്ന് പറയുന്ന മേഖല തന്നെ നിലച്ചുപോകും. ആദിവാസികൾ കഴിഞ്ഞാൽ രണ്ടാമതായി നിൽക്കുന്ന അത്രയും ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു ജനവിഭാഗമാണ് മത്സ്യത്തൊഴിലാളികൾ. അപ്പം അവരെ കൈപിടിച്ച് കയറ്റാനുള്ള നടപടികൾ, അത്തരം പദ്ധതികൾ കേന്ദ്ര ബജറ്റിൽ ഉണ്ടാവും എന്ന പ്രതീക്ഷയാണ് അവർ പ്രധാനമായിട്ടും പങ്കുവെക്കുന്നത്. അത്തരം പദ്ധതികൾ മുൻപോട്ട് വെച്ചില്ലെങ്കിൽ ഒരു കൈത്താങ്ങാകാൻ കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ ബജറ്റിന് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ജീവിതം കൂടുതൽ ദുസ്സഹമാകും എന്നൊരു അഭിപ്രായമാണ് ബോട്ട് ഉടമകളുടെ സംഘടനാ ഭാരവാഹിയായ പീറ്റർ മത്യാസ് അടക്കമുള്ള ഇവിടുത്തെ പ്രദേശവാസികൾ കൂടിയ ആളുകൾ നമ്മളോട് പങ്കുവെക്കുന്നത്. എന്തായാലും ഷാനോസ് മുന്നോട്ട് വെച്ച് ചൂണ്ടിക്കാണിച്ചത് വളരെ പ്രസക്തമായ ഒരു വിഷയമാണ്. കാരണം മത്സ്യത്തൊഴിലാളികളും ഈ ബജറ്റിനെ അത്ര കണ്ട് പ്രാധാന്യത്തോടെയാണ് നോക്കിക്കാണുന്നത്. അവരുടെ സങ്കീർണമായ പ്രശ്നങ്ങളുണ്ട്. അതിൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ആവശ്യമുള്ള മേഖലകളുണ്ട്. മറ്റൊന്ന്, ഈ പ്രഖ്യാപനം മാത്രം പോരാ, അത് പ്രാവർത്തികമാകണം എന്നുള്ള കാര്യം കൂടി അവരൊന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കാരണം ഒരു ബജറ്റ് വരുമ്പോൾ അത് പ്രഖ്യാപിക്കുന്നു, അല്ലെങ്കിൽ ഒരു പദ്ധതി അവർക്കായി ഉണ്ടാകുന്നു എന്ന് പറയുന്നതിനപ്പുറം, ഒരു അക്കമിട്ട് അത് പറയുന്നതിനപ്പുറം അത് അവരുടെ ജീവിതത്തിലേക്ക് അത് എത്രത്തോളം പ്രാവർത്തികമായി എത്തുന്നു എന്നുള്ളതിനും പ്രാധാന്യമുണ്ട്. എന്തായാലും ഷാനോസ്, വളരെ നന്ദി. രാവിലെ തന്നെ ശക്തികുളങ്ങര ഹാർബറിലെത്തി അവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ ആശങ്ക പ്രേക്ഷകരെ അറിയിച്ചതിന്. എന്തായാലും അവരുടെ പ്രതീക്ഷകളൊക്കെ വളരെ വാനോളമാണ്. അതൊക്കെ ആ തരത്തിൽ തന്നെ സാധ്യമാവട്ടെ. ഒരുപാട് മേഖലകളിലെ പ്രതീക്ഷകൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുണ്ട്. ഒപ്പം ഇന്നത്തെ പത്രങ്ങളിലൂടെ നമുക്കൊന്ന് കണ്ണോടിക്കേണ്ടതുണ്ട്. അതിലേക്കൊക്കെ വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.